നമുക്കിന്നൊരു മുട്ടക്കറി റെഡിയാക്കാം കേട്ടോ. അപ്പത്തിനായിട്ടുള്ളതാണ് മുട്ടക്കറിയെ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു 3 സവാള, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ കൂടെ നമ്മൾ എടുത്തിട്ട് ഒന്ന് കടുക് താളിച്ച് നല്ല വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു 2 തക്കാളിയും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പാകത്തിനിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴന്ന് വരാനായിട്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് നല്ലോണം ഇതിൻ്റെ മസാല എങ്ങനെ വരുന്നോ അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. ഒരു ചെറിയ ടീസ്പൂണ് മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കുറച്ച് മതി മുളക് പൊടി. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി ഈ മസാല ഒന്ന് റെഡിയാക്കണം കേട്ടോ. അപ്പം മസാലയുടെ ടേസ്റ്റാണ് മുട്ടക്കറിയുടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു 4-5 മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിന് പുറത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഒന്നുകൂടെ ഡിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അപ്പവും മുട്ടക്കറിയും കൊണ്ട് നമുക്കിന്ന് കഴിക്കാം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ.